പ്രഭാതവചനത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 10ാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്കും മനനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ചു തരുന്ന വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 18ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 14 തിരുവചന ഭാഗമാണ്. യേശുവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു തമ്പുരാൻ ഒരു ശിശുവിനെ അവരുടെ മധ്യേ നിർത്തിയിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. താഴ്മയ്ക്ക് ദൃഷ്ടാന്തമായി ഒരു ശിശുവിനെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു ശിശുവിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ശൈശവത്തിൽ അതിന്റെ മനസ്സ് നിഷ്കളങ്കമാണ്. അനുസരണവും വിധേയത്വവുമാണ് അതിന്റെ മുഖമുദ്ര. എല്ലാത്തിനോടും മുൻവിധി കൂടാതെ ഇടപെടാൻ ഒരു ശിശുവിന് കഴിയുന്നു. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വിദ്വേഷമോ വെറുപ്പോ ശാഠ്യമോ കാപട്യമോ ഇല്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് മനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരു ശൈശവത്തിന്റെ നിഷ്കളങ്കതയും നിർമ്മലതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ പറ്റുകയുള്ളൂ. ആദ്യത്തെ 5 വചനങ്ങളിലൂടെ യേശുക്രിസ്തു പറയുന്നു, താഴ്മയിലൂടെയും വിനയത്തിലൂടെയുമാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരാൻ ഒരു മനുഷ്യന് സാധിക്കുക. ശൈശവ സമാനമായ നിഷ്കളങ്കമായ ഹൃദയത്തോടും അനുസരണ മനസ്സോടും വിധേയത്വ മനോഭാവത്തോടും കൂടെ വിശ്വാസത്തിൽ വളരാൻ കഴിയുമ്പോഴാണ് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ വലിയവനായി നിങ്ങൾക്ക് മാറ്റപ്പെടാൻ സാധിക്കുക. എത്ര മനോഹരമാണ് കർത്താവിന്റെ വചസ്സുകൾ. 6ാമത്തെ വചനം മുതൽ 10ാമത്തെ വചനം വരെയുള്ള 2ാമത്തെ ഭാഗത്ത് യേശുക്രിസ്തു പറയുന്നത്, ഈ ശിശു സഹജമായ എളിമയിലൂടെയും വിനയത്തിലൂടെയും നിഷ്കളങ്കതയിലൂടെയും നിങ്ങൾ വിശ്വാസത്തിന്റെ വളർച്ച പ്രാപിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ച ആത്യന്തികമായി നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് നിങ്ങളെ ആനയിക്കുകയാണെന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. ഒപ്പം തന്നെ വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രതിസന്ധി തീർക്കുന്നവരാകരുത്, ഇടർച്ച വരുത്തുന്നവരാകരുത്, തളർത്തുന്നവരായി മാറിപ്പോകരുത്. മറ്റുള്ളവരുടെ വളർച്ചയിൽ നിങ്ങൾ ഒരു പ്രതിബന്ധമായി തീരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കർത്താവ് തുടർന്ന് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവൻ തന്റെ കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി സമുദ്രത്തിലേക്ക് ആഴ്ന്നു പോകുന്നതാണ് നല്ലത്. ഈ ലോകത്ത് ഇടർച്ച ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ആരെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നാൽ അവൻ അയ്യോ കഷ്ടമെന്നാണ് കർത്താവ് പറഞ്ഞു വെക്കുക. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അതിനെ നീ വെട്ടിമാറ്റിക്കൊള്ളുക. 2 കൈയും 2 കാലുമുള്ളവനായി അഗ്നി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനായി നിനക്ക് സ്വർഗരാജ്യത്തിൽ നിത്യജീവനിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളക. 2 കണ്ണുള്ളവനായി നീ അഗ്നിനരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതല്ലേ
നിനക്ക് നല്ലതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഒറ്റക്കണ്ണനായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. നീ അംഗവിഹീനനായി നിത്യതയുടെ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും കടന്നു വരികയാണ്. കർത്താവ് പറയുന്നു, നിന്റെ വിശ്വാസ വളർച്ചയുടെ ഘട്ടങ്ങളിൽ, ഈ ഭൂമിയിലെ നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും എളിയവനെ തുച്ഛീകരിക്കാൻ ഇടയായി തീരരുത്. അങ്ങനെ വിനയത്തിലൂടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്കും, വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ മറ്റുള്ളവരോടുള്ള രമ്യതയിലേക്കും സന്തോഷത്തിലേക്കും നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് വേദഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വേദചിന്തയുടെ അവസാന ഭാഗത്ത് ഏറ്റവും ചുരുങ്ങിയ വരികളിലൂടെ കർത്താവ് പറയുന്നു, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിൽ ഒന്ന് കാണാതെ പോയാൽ 99നെയും സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിട്ട് കാണാതായ ആ ഒരു ആടിനു വേണ്ടി ഇടയൻ പുറപ്പെടും. കണ്ടുകിട്ടിയാൽ സുരക്ഷിതരായി കൂടിയിരിക്കുന്ന 99നേക്കാൾ വലിയ സന്തോഷം ഈ നഷ്ടപ്പെട്ട് വീണ്ടും കിട്ടിയ ആടിനെ കുറിച്ച് ഉണ്ടാകുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് സത്യത്തിൽ ഇവിടെ അർത്ഥമാക്കുന്നത്? ഞാനും നിങ്ങൾ പലവട്ടം പലകുറി ചിന്തിച്ചിട്ടുള്ള, മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു വേദഭാഗമാണിത്. വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലും നാം ഈ കാണാതായ ആടിന്റെ ഉപമയെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ഇതിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്? എന്ത് സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്? ഈ കാണാതായ ആടിന്റെ ഉപമയിലെ ആടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇവിടെ പറയുന്ന ആടുകൾ എന്നത് സ്വർഗത്തിലെ മാലാഖമാരും ഭൂമിയിലെ മനുഷ്യരുമാണ്. എന്നാൽ കാണാതായ ആട് അല്ലെങ്കിൽ തെറ്റിപ്പോയ ആട് എന്ന് പറയുന്നത് മനുഷ്യരാണ്. സുരക്ഷിതരായ 99 ആടുകൾ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മഹിമാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മാലാഖമാരാണ്. അവര് ദൈവികമായ സുരക്ഷ അനുഭവിക്കുകയാണ്. തെറ്റിത്തിരിഞ്ഞുപോയ, വഴിതെറ്റിപ്പോയ ആടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവനെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് കഷ്ടതകളും പ്രയാസങ്ങളും ക്രൂശുമരണവും സഹിച്ച് അവനെ വീണ്ടെടുത്തു. ഏറെ സന്തോഷിക്കുന്നു. രക്ഷയുടെ ആനന്ദം എന്ന് പറയുന്നത് ഇതാണ്. സ്വർഗത്തിനുള്ള സൗഭാഗ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന 99 മാലാഖമാരേക്കാൾ ഇതാ കാണാതെ പോയ ഒരാടായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് അവനെ വീണ്ടു കിട്ടുമ്പോൾ, രക്ഷാകരമായ പദ്ധതിയിലൂടെ അവനെ വീണ്ടെടുക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുക. ആ കാണാതായ ഒരാടിനു വേണ്ടി തന്റെ മഹിമാവസ്ഥ വിട്ട് ദാസരൂപം സ്വീകരിച്ച് ഈ ഭൂമിയുടെ വിഷണ്ണതയിലേക്കും നിരാശയിലേക്കും പാപാവസ്ഥയിലേക്കും ഇറങ്ങി വന്ന് കാൽവരിയിലെ ക്രൂശിയാഗത്താൽ രക്തം ചീന്തി, രക്തം മറുവിലയായി കൊടുത്ത് നഷ്ടപ്പെട്ടു പോയ ആടായ മനുഷ്യനെ വീണ്ടെടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് അവനെ ആനയിക്കുകയാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തു എന്ന ഈ നല്ലിടയൻ. മനുഷ്യന്റെ യോഗ്യതയല്ല, ദൈവത്തിന്റെ സ്നേഹമത്രേ ഇവിടെ നേരിടുന്നത്. അങ്ങനെ നമ്മുടെ യോഗ്യതകളും മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ദൈവിക സ്വഭാവവും ധരിക്കുവാൻ മുഖാന്തരമായിട്ട് തീരണം. ശിഷ്യന്മാർ ചോദിച്ചതുപോലെ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്നല്ല, സ്വർഗരാജ്യത്തിൽ ശ്രേഷ്ഠനാകുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കേണ്ടത്. ശിശു സഹജമായ നിർമ്മലതയോടെ, വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ, കാപട്യങ്ങളിൽ നിന്ന് വഴിമാറി വിശുദ്ധിയുടെ നവ്യാനുഭവങ്ങളിലൂടെ ദൈവികമായ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും അനുഗ്രഹത്തിലേക്കും പ്രവേശിക്കാം. എനിക്ക് നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലം, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഞങ്ങളോടൊന്നീ ചർത്തന കേട്ടി തേകീടട്ടെ പുണ്യം നാഥ